നമസ്കാരം. തത്വമയി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകനും അധ്യാപകനും ഒക്കെയായ ഡോക്ടർ ഫക്രുദ്ദീൻ അലിയാണ്. സ്വാഗതം സർ. തെരഞ്ഞെടുപ്പിൽ അതിഭീകരമായ പരാജയമാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്രയേറെ സീറ്റ് ഒരു പാർട്ടി നേടുന്നതും ഇത്രയേറെ സീറ്റ് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്നതും ഇതാദ്യമായിട്ടായിരിക്കും. എന്തായിരിക്കാം ഇത്ര ഭീമമായ ഒരു പരാജയം? ഈ ബിഗ് ബി സിനിമ കണ്ടിട്ടുണ്ടോ? ആ. സായിപ്പ് ടോണിന്ന് അറിയാം. ആ. സായിപ്പ് ടോണി പറയുന്നുണ്ട് ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. അതാണ് പ്രശ്നം. ഇപ്പം ഞാനുൾപ്പെടെ എല്ലാവരും വിചാരിച്ചത് ഒരു 10-80 സീറ്റ് നേടിയ അധികാരം നിലനിർത്തുമെന്നാണ്. അങ്ങനെ ചിന്തിക്കാൻ കാരണങ്ങളുണ്ടായിരുന്നു. UDF ശിഥിലമാണ്. അതിനൊരു ലീഡറല്ലേ. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. ഇത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പം മലയാളികൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. UDF ശിഥിലമാണ്. LDFിൻ്റെ ഭരണത്തിന് മോശം തരുന്നില്ല. കാരണം അങ്ങേറ്റം പരിതാപകരമായ സാമ്പത്തിക സ്ഥിതിയിൽ മോഡിയായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കി സാധനങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പുറത്ത് മോഡിൻ്റെ തുകയൊക്കെ പറയും, പക്ഷെ കാര്യങ്ങൾ ഓടിച്ചു കൊണ്ടുവന്നു. ശമ്പളം മുടങ്ങിയിട്ടില്ല, ട്രഷറി അടച്ചിടേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇഫ്ബിനെ പറ്റി എനിക്ക് തന്നെ ടെക്നിക്കാലിറ്റി പിന്നെ സുനിയൊന്നും അറിയില്ല. പക്ഷേ റോഡുകളൊക്കെ ഏതാണ്ടൊക്കെ നന്നായിരുന്നു. അത് കുറേയൊക്കെ ഈ തിരുവനന്തപുരത്ത് പിന്നെ മെട്രോ പ്രൈം മിനിസ്റ്ററുടെ പരിപാടി ഉണ്ടല്ലോ, മെട്രോ സിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഹൈവേസ്, എങ്കിലും പൊതുവെ കോവിഡിന് ശേഷം കാര്യങ്ങൾ മെച്ചപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ പൊതുവേ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ സൊസൈറ്റിയിലുണ്ടായിരുന്നു. പക്ഷേ കടം വാങ്ങി ആണ് പല കാര്യങ്ങളും. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു സ്ഥാപനം തുടങ്ങുന്ന പോലെയല്ല, ശമ്പളം കൊടുക്കാൻ ഉൾപ്പെടെ കടം ഭീമമായ രീതിയിൽ വാങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആരോപണം സാമ്പത്തിക രംഗത്ത് വലിയ ശക്തമായത്. കാരണം ഈ പൊതുകടം ഇരട്ടി ആയി മാറി. അതൊരു വലിയ പോരായ്മയായി. കടം വാങ്ങുന്ന ഒരു മോശം കാര്യമൊന്നുമല്ല. ഇപ്പോൾ കേരളത്തെക്കാട്ടും വലിയ കടമുള്ള സംസ്ഥാനമുണ്ട്. അമേരിക്കയുടെ മൊത്തം GDPൻ്റെ 130% കടം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നോക്കേണ്ടതുണ്ട്. അമേരിക്കൻ്റെ ഡോളറാണ് ലോക വിപണിയെ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നമ്മൾ കടം വാങ്ങുക, മറ്റ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുന്നത് പോലെയല്ലോ. ഒരിക്കൽ ഉപയോഗിച്ച് കളയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ശമ്പളം കൊടുക്കുവാൻ വേണ്ടിയിട്ട് കടം വാങ്ങുക എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു അസറ്റ് ക്രിയേഷൻ, ഒരു സ്വത്തുണ്ടാക്കും. ശമ്പളം കൊടുക്കുക എന്നുള്ളൊരു അസറ്റ് ക്രിയേഷൻ തന്നെയാണ്. കാരണം ആളുകൾ ആരോഗ്യം നിലനിർത്തുക, അതുപോലെ തന്നെ കുട്ടികൾ ഉപയോഗിച്ച വിദ്യാഭ്യാസം കൊടുക്കുക. എന്തുകൊണ്ടാണ് ഈ മല്ലൂസ് ലോകത്ത് എവിടെയുള്ളത്? നമ്മൾ ഭേദപ്പെട്ട വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ SFIക്കാരുടെ ശല്യം കൊണ്ടാണ് കോളേജ് ലെവൽ എഡ്യൂക്കേഷൻ മോശമാവുന്നത്. അത് നന്നാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവർ NEPക്ക് നമ്മളെതിരാണെങ്കിൽ പോലും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ഗവൺമെൻറ് അടുത്ത കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് അതിൽ ഇടപെടുകയും ചെയ്യായിരുന്നു. ജാതീയവാദ സംഘടനയൊക്കെ വരച്ച് വരെ നിർത്തുമായിരുന്നു. അപ്പം ശമ്പളം കൊടുക്കുന്ന ഒരു മോശം കാര്യമൊന്നുമല്ല. അല്ല, ശമ്പളം കൊടുക്കുന്നൊരു മോശം കാര്യമല്ല. പക്ഷെ ഒരു റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്ന സാഹചര്യം. ഞാൻ ചോദിക്കട്ടെ, ഈ ശമ്പളം കൊടുക്കാതെ തന്നെ UPയിലൊക്കെ ഇത്തിരി വലിയ കടങ്ങനെ വന്നു? അല്ലെ, UP പോലൊരു സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് വിത്ത് ഹ്യൂജ് റവന്യൂ. അല്ല, പക്ഷേ ആ റവന്യൂ ക്രിയേഷൻ എത്രത്തോളം ഫലപ്രദമായി? കാരണം ഒരു നീണ്ട കാലത്തിൻ്റെ ഒരു രാഷ്ട്രീയ അസ്ഥിരതയുടെയും അല്ലെങ്കിൽ അസ്ഥിരത എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഴിമതിയുടെയും മറ്റ് കെടുകാര്യസ്ഥതയുടെയും ഒക്കെ ഒരു ജമീന്ദാരി രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ അങ്ങനെ ഒരു പാരമ്പര്യം ഉത്തർപ്രദേശിനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബീഹാറിന്, കേരളത്തിനേക്കാളും വളരെ ദരിദ്രമായൊരു സ്റ്റേറ്റാണ് ബീഹാർ. അപ്പോൾ അവിടങ്ങളിലുള്ളതുപോലെ അല്ലല്ലോ, വളരെ കൃത്യമായൊരു സിസ്റ്റം നിലനിൽക്കുന്നൊരു സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച്. അല്ല, സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ഈ സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങളത് ഓഡിറ്ററുണ്ട്, അധ്യാപകരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഇവരൊക്കെ തന്നെയാണ്. മാത്രമല്ല നമ്മളൊരു സർവീസ് സെക്ടർ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ഇക്കോണമിയാണ് നമ്മുടെ ഇക്കോണമി. അപ്പം നമ്മൾ ഗുജറാത്തായിട്ട് എപ്പോഴും ഒരു കമ്പാരിസൺ ഉണ്ട്. എവിടെയാണ് അതിൻ്റെ വ്യത്യാസം? ഗുജറാത്ത് എപ്പോഴും GDP ബേസ്ഡ് ആയിട്ടാണ്. അതായത് കൂടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് മുൻതൂക്കം കൊടുക്കുക. അപ്പം ഗുജറാത്ത് മോഡി വന്നപ്പോൾ പറഞ്ഞിട്ടല്ല, മാധവ് സിംഗ് സോളംബി ആണെങ്കിൽ വയ്ക്കുമ്പോൾ 10% കൂടുതലാണ് അവരുടെ വളർച്ചാ നിരക്ക്. മോഡി അത് 12% വരെയൊക്കെ ഉയർത്തി. പക്ഷേ അവിടെ വിദ്യാഭ്യാസ മേഖലയിലും അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തെല്ലാം പിന്നിലായിരുന്നു. മോഡിയുടെ റിയൽ കോൺട്രിബ്യൂഷൻ അവിടെ GDP ഉയർത്തിയൊന്നല്ല. BJPക്കാരൻ മണ്ടന്മാർ അതേ പറയുള്ളൂ. മോഡിയുടെ റിയൽ കോൺട്രിബ്യൂഷൻ ഹ്യൂമൻ റൈറ്റ് ഇൻഡെക്സസിൽ, അതായത് വിദ്യാഭ്യാസ ആരോഗ്യ രംഗം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ഇതിലെല്ലാം മോഡി 5% വളർച്ച കൊണ്ടുവന്നു. പിന്നെ കണ്ടിന്യൂ ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല, പുതിയ റിപ്പോർട്ട് ചെക്ക് ചെയ്യണം. പക്ഷേ മോഡിയുടെ സമയത്ത് 5% വളർച്ച കൂടുതൽ രേഖപ്പെടുത്തുന്നു. അതാണ് മോഡിയുടെ റിയൽ കോൺട്രിബ്യൂഷൻ. അതാണ് മൂപ്പര് ഡൽഹിയിൽ വന്ന സമയത്ത് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ദേശീയ തലത്തിൽ നടപ്പിലാക്കിയത്. ഉജ്ജൽ സ്കീം പോലെയുള്ള എല്ലാം സ്ത്രീകളെ ബേസ് ചെയ്തുകൊണ്ടാണ് മൂപ്പര് സ്കീംസ്. കാരണം മൂപ്പര് അത് നന്നായിട്ട് അറിയാവുന്നതാണ്. ഗുജറാത്തിലെ പെൺപിള്ളേരും മെലിഞ്ഞ് ഉണങ്ങിയിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ
ഈ മെലിഞ്ഞിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാതിരുന്നതാണ് മൂപ്പര് അത് ഒരു കാരണമാണ്. മിഡിൽ ക്ലാസ് താഴെത്തട്ടുള്ള പിള്ളേരുടെ കാര്യം അതല്ല, അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണം, ശുദ്ധജലം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 2 വികസന മാതൃകകളാണ് നമ്മളെ മുന്നിലുള്ളത്. ഇതിൽ ജനങ്ങൾക്ക് കൂടുതൽ ഗുണം കിട്ടി, എനിക്കും നിങ്ങൾക്കൊക്കെ ഗുണം കിട്ടിയത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിലാണ്. മറ്റേത് അംബാനി അദാനിയൊക്കെ വലുതാണ്, നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടില്ല, വലിയ നഗരങ്ങൾ വരും. അല്ല, അത് ഒരു സ്ഥായിയായ അത് BJPയുടെ മാത്രം കുഴപ്പമില്ല, ഗുജറാത്തിൽ എല്ലാ കാലത്തെയും വികസന മാതൃക അതാണ്. പക്ഷേ ഒരു മാനുഫാക്ചറിങ് നമ്മളിപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ അറ്റൻഷൻ ഡൈവേർഷൻ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് സാർ. അതായത് അതൊരു മാനുഫാക്ചറിങ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വയമേവ ഒരു സമ്പത്ത് നിലനിൽക്കാൻ ഒരു സെൽഫ് സസ്റ്റൈനിങ് ഒരു സാമ്പത്തിക വ്യവസ്ഥ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മളിവിടെ മിക്കവാറും NRI ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ്ങിനെ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ഈ പറയുന്ന ശമ്പളം പോലെയുള്ള ആരോഗ്യമൊക്കെ ചിലവഴിക്കണം, എല്ലാം ടാപ്പ് ചെയ്യേണ്ടി വരും. അതാണ് അവിടെ സംഭവിച്ചത്. ഇവിടെ നമ്മളെ ടാപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇവിടെ വ്യവസായങ്ങൾ ഉണ്ടാവുകയാണ്. അവിടെയാണ് ട്രേഡ് യൂണിയനിസവും വൈദ്യുതി കമ്മിയും നമുക്കൊരു പ്രശ്നമായിട്ട് മാറിയത്. വൈദ്യുതി കമ്മി അവർ ജനറേറ്ററൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പരിധി വരെ മുതലാളി വരെ മറികടക്കാൻ പറ്റും. അന്നപ്പാണ് ട്രേഡ് യൂണിയൻസ് വന്നത്. പണിയെടുക്കാതെ ശമ്പളം മേടിക്കണം. അത് CIT-കാരെ മാത്രമല്ല. ഇപ്പോൾ പിണറായി വിജയൻ പേടിപ്പിച്ചു പറഞ്ഞാൽ CIT-കാരെ ഇപ്പം മറ്റേ നോക്കൂലി മേടിക്കുന്നത് BMS INTUC-ക്കാണ് ATUC-ക്കാണ്. കാനം പറഞ്ഞത് നഷ്ടപ്പെടുന്ന തൊഴിലവസരങ്ങളുടെ പകരമാണ് ഈ നോക്കുകൂലി എന്നാണ്. ലോകത്ത് എവിടെയെങ്കിലും സംഭവമല്ല. അപ്പോൾ അത് കേരളത്തിൻ്റെ മാത്രമേ പ്രത്യേക സംഭവമാണ് ഈ ട്രേഡ് യൂണിയൻസും ഈ ഹാർഡ് കോർ ട്രേഡ് യൂണിയൻസ്. അതാണ് നമ്മുടെ ഇവിടെ രണ്ടും ഒരുമിച്ച് പോയതാണ്. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് സ്ട്രക്ചർ ഒരു സെക്ടർ ഉണ്ടായിരുന്നു. അവർ ഈ പറയുന്നതിൻ്റെ അവരുടെ ഒന്നാമത്തെ പ്രശ്നം ഇവന്മാരുടെ ശല്യമല്ല, കറണ്ട് ഇല്ലായിരുന്നു. എന്നൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അറിയാമോ 4-5 മണിക്കൂറൊക്കെ പവർ കട്ട് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഒന്നതായിരുന്നു കാര്യം. അപ്പോൾ ഗുജറാത്തിലൊക്കെ ആ സമയത്ത് ആ ഒരു ആദ്യം തന്നെ അവിടെ ഒരുപാട് ആറ്റോമിക് എനർജി പവർ സ്റ്റേഷൻസ് ഗുജറാത്തിൽ വന്നു, ബോംബെയിലൊക്കെ വന്നു. അപ്പോൾ അവർക്ക് ആ പവറിൻ്റെ പ്രശ്നം വലിയ രീതിയിൽ അവർ പരിഹരിച്ചു എന്നുള്ളതാണ്. അതുപോലെ കേരളത്തിൽ പവർ സ്റ്റേഷൻ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. പരിസ്ഥിതിവാദികളെ സംബന്ധിച്ചില്ല. തൃക്കരിപ്പൂർ ഇപ്പോൾ സന്ദീപ് വാര്യർ ജയിച്ച സ്ഥലമല്ലേ, അവിടെയാണ് നമ്മൾ പഠിച്ച സമയത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സാധനം കൊണ്ടുവരാൻ നോക്കിയത്. അന്ന് വളരെ ഇമാജിനേറ്റീവായി 4000 കൊണ്ടുവന്ന പരിപാടിയായി. പരിസ്ഥിതിവാദികളെ സംബന്ധിച്ചില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ കേരളത്തിൽ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ അത് ബാലൻസ് ചെയ്യാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ അത് ഇപ്പം അത് ബാലൻസ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭരണപരാജയത്തിൻ്റെ ഒരു വലിയ രംഗം ആൾക്കാർ കാണും. കാരണം ഈ പല മേഖലകളിലും ഇപ്പോൾ ഈ ശബരിമലയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആശാ വർക്കർമാരുടെ ഒരു സമരത്തിൻ്റെ കാര്യത്തിലൊക്കെ അവരോട് കാണിച്ചൊരു ധാർഷ്ട്യവും മറ്റു കാര്യങ്ങളും ഇങ്ങനെ പല മേഖലകളിലേക്കും ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അവിടെയൊക്കെയും ഒരു വീഴ്ച സംഭവിച്ചതായിട്ട്, അതും വീഴ്ച സംഭവിക്കുന്നത് മാത്രമല്ല ഒരു വെൽക്കമിങ് ആയിട്ടുള്ളൊരു ബിഹേവിയർ പോലും അവരെടുത്ത് കാണിക്കുന്നില്ല. അതിൻ്റെ കാര്യത്തിലുള്ളൂ ഈ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. ആ ഗുണങ്ങളൊന്നും ഫോക്കസ് ചെയ്യപ്പെട്ടില്ല. അത് പാർട്ടിക്കാരെ ഫോക്കസ് ചെയ്തുള്ളൂ. പാർട്ടിക്കാരെ ഫോക്കസ് ചെയ്യുമ്പോൾ നാട്ടുകാർ ചിരിക്കും. അതാണ് അതിൻ്റെ കാര്യം. ഏഷ്യാനെറ്റോ മനോരമയൊന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഫോക്കസ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഈ മീഡിയനെല്ലാം കയറി വെറുതെ വെറുപ്പിച്ചു. രാജ്യമായിട്ട് ബോക്സോ കേസൊക്കെ കൊടുത്ത്. അതാണ് സംഭവം. അല്ല ഏഷ്യാനെറ്റൊന്നും ആരോടും നെഗറ്റീവ് സംഭവം എടുക്കുന്നതല്ല. നല്ല ശരി. അപ്പോൾ അത് ഫോക്കസ് ചെയ്യേണ്ടത് പലപ്പോഴും ഫോക്കസ് ചെയ്യപ്പെടാൻ ഇവരെല്ലാവരും വെറുപ്പിച്ചു. ഫോക്കസ് ചെയ്യപ്പെടാത്തത് മാത്രമാണോ ശരിക്കും? ഫോക്കസ് ചെയ്യപ്പെടാത്തതാണ് ശരിക്കും. ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു മാധ്യമം പോസിറ്റീവായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെട്ടാൽ ഫോക്കസ് ചെയ്താൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇപ്പോൾ വിനു പറഞ്ഞാൽ വിനുവാണ് ഇവിടുത്തെ ഒരു അവസാന വാക്ക്. കാരണം വിനു സത്യസന്ധമായ നിലപാടെടുക്കുന്ന പൊതുവായി പോയല്ല. അതുകൊണ്ട് BJP-കാർ അങ്ങനെ പരിഷ്കരിച്ച് CPM-മാരും കോൺഗ്രസ്സുകാരും ഒക്കെ. പക്ഷേ വിനുവിനെ പോക്സോ കേസ് പിടുത്തം നോക്കിയിരുന്നു. ഏതോ ഒരു ചർച്ച ഞാനൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിനുവിൻ്റെ ഏതൊരാളെടുത്ത കമൻറ്റ് വിനുവിൻ്റെ പേരിൽ കേസ് കൊടുത്തു. ഇതാണ് പ്രശ്നം. ഇത്തരം ചില കാര്യങ്ങൾ പലരെയും നിങ്ങൾ ശത്രുക്കളാക്കി. അപ്പോൾ അവരുടെ അനുഭവം എന്താണ്? ഇത് ഒരുപാട് ഫാസിസ്റ്റുമാണ് ഓഞ്ഞ സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ മതിയെന്ന് അവരങ്ങ് തീരുമാനിക്കും. അപ്പോൾ നെഗറ്റീവ്സ് കൂടുതൽ ഫോക്കസിലേക്ക് വരും. അതാണ് കാര്യം. നിങ്ങളുടെ അനുഭവം എന്താണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഭരണം കിട്ടിയപ്പോൾ ഇത് കാലാകാലത്തേക്കുള്ളതല്ല. 5 വർഷം കൂടുമ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിക്കുമെന്നും ജനങ്ങളുടെ ഇടയിൽ ഇവർക്കൊക്കെ സ്വാധീന ശക്തി ഉണ്ടെന്നും അധികാരം എന്നാൽ ജനങ്ങളുടെ തലയിൽ കയറിയിരിക്കാനുള്ളതല്ല. നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ തലയിൽ കയറിയിരിക്കാനുള്ള അല്ലാന്നുള്ള ഫീൽ ഉണ്ടാവണം. ആ ഫീൽ ഉണ്ടായിട്ടുള്ള ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒന്ന് അത്. 2 ശബരിമല കേസിൽ കാര്യമായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനൊക്കെ പറ്റിയിരുന്നു. സോണിയാഗാന്ധിയുടെ കയ്യിലാണ് അങ്ങനെ മറ്റേ രക്ഷ കെട്ടിക്കൊടുത്തത്. പിണറായി വിജയൻ അങ്ങോട്ട് ഒരു വാൻ കൊടുക്കുന്ന സമയത്ത് അയാൾ വന്ന സമയത്ത് ജസ്റ്റ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ, സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? നിങ്ങൾ ആ പത്മകുമാറിനെ എന്ത് ചെയ്യേണ്ടിയിരുന്നു? പുറത്താക്കേണ്ടിയിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. അവിടെ നിങ്ങൾക്ക് ഉത്തരം പൊട്ടും. ഇതാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ. 2 സിദ്ധാർത്ഥിൻ്റെ മരണം, സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം. CBI അതിൻ്റെ പ്രതികളൊക്കെ വെറുതെ വിട്ട് കേട്ടാ, അതേ വേറെ കാര്യം. പക്ഷെ അത് ജനമനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. SFIക്കാരുടെ തോന്നിവാസം പണ്ടത്തെ പോലെ അല്ല. ഒരു വീട്ടിൽ ഒരു കുട്ടിയൊക്കെ ഉള്ളൂ.
ഇവനൊരു ക്യാമ്പസിൽ വിടുമ്പം ഇവിടെ നിങ്ങൾ ഈ പറയുന്ന ഭരണഘടന എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല. കാരണം ഇവിടെ അകല ഓഞ്ഞവൻ ഉപയോഗിച്ച് നെഗറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ രാജ്യം നൽകുന്ന എല്ലാ അവകാശങ്ങളും നിങ്ങളുടെ കുട്ടിക്ക് അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ അവൻ പിന്നെ കേസിൻ്റെ യൂണിറ്റ് ഇട്ടാൽ ഒന്നുകിൽ അവൻ ആംബുലൻസിൽ കൈയും കാലും പൊട്ടിയിട്ട് വരും, അല്ലെങ്കിൽ ശവമായിട്ട് വരും. ഈ പേടി ഇവനാരാ അത് ചെയ്യാൻ? ഇവനെക്കാട്ടും സെൻസ് ഉള്ളവനായിരിക്കും മറ്റേ പയ്യ. അതുകൊണ്ടാണ് ഇവൻ ഈ സിസ്റ്റത്തിൽ മാറി ചിന്തിച്ചത്. ഇങ്ങനെയുള്ളൊരു ആദ്യ സമൂഹത്തിലുണ്ട്. ഇവനെ കയറി വിട്ടാൽ എന്ത് ചെയ്യും? അപ്പം ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെയുള്ള ചില കാര്യത്തിൻ്റെ പുറത്ത് മുങ്ങിപ്പോയി. ആ സമയത്താണ് മുഖ്യമന്ത്രി അന്ന് രക്ഷാപ്രവർത്തനമാണെന്ന് ശരിയാണ്, മൂപ്പരെ ഇരുന്ന് ആ ഒരു സീറ്റിൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ അവന് മുന്നോട്ട് വരുന്നു, ഇവർ പിടിക്കുന്നുള്ളൂ ശരിയാണ്. വണ്ടി കടന്ന് പോയതിനു ശേഷമാണ് ഇവന്മാർ അടിക്കുന്നത്. അന്ന് മൂപ്പരാവുന്നത് ശരിയാണ്, രക്ഷാപ്രവർത്തനമായിരുന്നു. പക്ഷേ അതിന് ശേഷം മൂപ്പര് TV കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത് മൂപ്പരെന്ത് തള്ളി. അപ്പോൾ മൂപ്പരെപ്പോഴും പറയുന്നത് വെച്ചാൽ ഞാൻ കണ്ടതാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതിന് ശേഷം കാഴ്ചകളുണ്ടല്ലോ. അപ്പോൾ ഇതല്ലേ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം തന്നെ. ഈ കർണനെ കൊണ്ട് പറയുമല്ലോ, കർണൻ ചെയ്തത് മൊത്തം നല്ല കാര്യമാണ്, പക്ഷേ കർണൻ്റെ കൂട്ട് ശരിയില്ലായിരുന്നു എന്ന് പറയുന്ന പോലെ. തീർച്ചയായും. അപ്പം അവിടെ നിന്ന് നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു കറണ്ട് പൊളിറ്റിക്സിലേക്ക് വന്നാൽ ഇവരെങ്ങനെയാണ് ഈ ഫ്രീ ബീസ് എല്ലാം കൊടുക്കാൻ പറ്റുക? അതായത് സൗജന്യ KSRTCയിലുള്ള യാത്ര, 1000 രൂപയോളം പെൺകുട്ടികൾക്ക്, പഠിക്കുന്ന പെൺകുട്ടികൾക്കുള്ള പൈസ, ഇതിനൊക്കെയുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലാണോ കേരളം ഇപ്പോൾ? കലാപമണി വന്നിട്ടുണ്ട്, തമ്പുരാനറിയാം. അല്ല, അതിനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല. ഈ പങ്കുന്നതിൻ്റെ സൗജന്യ യാത്ര അനുവദിച്ചേ പറ്റുള്ളൂ. അതാക്കാണ് ഇവരെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന വേറൊരു ഘടകം. സ്ത്രീകൾ വോട്ട് ചെയ്യാനേ കാരണം 1 രൂപ ലാഭം കിട്ടുന്നത് വെച്ചാൽ ആരും വേണ്ടെന്ന് വെക്കും. അപ്പം പ്രത്യേകിച്ച് KSRTC പൂട്ടിപ്പോവും. അതെ, ഇപ്പോൾ KSRTC പൂട്ടിപ്പോവും. മറ്റ് പല മേഖല അധ്യാപകർ ഗവൺമെൻറ് സെക്ടറിൽ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഓൾറെഡി ഇവർ ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും 30% ശമ്പളം വെട്ടിക്കുറച്ചിട്ടുണ്ട്. തൊഴിലാളി വർഗ നേതാവായ തോമസ് ഐസക് ഇവിടെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ ശമ്പളം 30% വെട്ടിക്കുറയ്ക്കണം. ഇതൊരു വിഷയമാണ്. അല്ല, അപ്പോൾ അത്തരമൊരു, അതായത് പുതിയ സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും അതിലൂടെ തൊഴിലവസരങ്ങൾ കൊടുക്കുകയും ജനത്തെ ആ രീതിയിൽ, അതായത് നിങ്ങൾ സൗജന്യമായിട്ടൊന്നും കൊടുക്കണ്ട, പകരം ജനത്തിന് ഇത് മുടക്കുവാനുള്ളൊരു കാശെത്തിയാൽ മതിയല്ലോ പോക്കറ്റിൽ. അതല്ലേ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള. അതില്ല, ആളുകൾ പൊതുവെ ജോലി ചെയ്യാതെ കൂലി ശമ്പളം മേടിക്കുന്നത്. അപ്പം കോവിഡ് സമയത്ത് പിണറായിനെ തിരിച്ചറിയാത്ത കൊണ്ടുവന്നൊരു സാധനം എന്താണ്? എല്ലാ വീട്ടിലും കിറ്റ് എത്തി. സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നുന്നു. പിന്നെ അണ്ണന്മാർക്ക് വെള്ളം അടിക്കാൻ പെൻഷനും അതും ഇതൊക്കെ ആയിട്ട് 1000-10,000 രൂപ കയ്യിലും വന്നു. യുവജാസൊക്കെ തോന്നും കൊടുത്തു. ഹാപ്പിയല്ലേ? തീർച്ചയായും. അപ്പം ഇപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ബുദ്ധിമുട്ടാവും. അത് സതീശൻ എന്തൊക്കെ പ്ലാനൊക്കെ ഉണ്ട് സതീശൻ പറയുന്നുണ്ടായിരുന്നു. സതീശൻ അത്യാവശ്യം പഠിച്ച കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരാളാണ്. സതീശനാണെങ്കിൽ ചിലപ്പോൾ സതീശൻ മാനേജ് ചെയ്യുന്നത്, ബാക്കി ആരാണ് കാര്യങ്ങൾ ഊഞ്ഞാലാവും. ഇനി അവിടെ നിന്ന് നേരെ നമ്മുടെ ഇവിടെ മുഖ്യമന്ത്രിയിലേക്ക് വന്നാൽ ഇനി എന്താവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? എല്ലാ വകുപ്പിനും ഓരോ മുഖ്യമന്ത്രിയാരാണോ അതോ ബെഞ്ചിലാക്കോ? ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, രാഹുൽ ഗാന്ധിയുടെ ഒരു രീതി വെച്ചിട്ടേ അങ്ങനെ വി.ഡി. സതീശനെ തിരഞ്ഞെടുക്കാനാണ് സാധ്യത. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ വേറെ ആരാണ് സിസ്റ്റമോ? ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാകും എന്നൊരു വാഗ്ദാനം അതങ്ങനെ വെച്ചിരുന്നു. അത് പേടിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഷാനിമോൾ ഉസ്മാനും നമ്മുടെ കൊല്ലത്തെ ഇല്ലല്ലോ, സ്ഥാനാർത്ഥിയായില്ല. കൊല്ലത്തെ അവർ ബിന്ദു ചേച്ചിയോ, അല്ലെങ്കിൽ നമ്മുടെ ചിറങ്കിന്ന് വെച്ചാൽ ഞങ്ങളെ നാട്ടുകാർ കൊച്ചോ, ചിലപ്പോൾ ആയും വരും. അങ്ങനെ വട്ട് ചിന്തിച്ചോളൂ. അങ്ങനെ ഇതിവിടെ ആക്കാൻ കൊള്ളാവുന്നത് സതീശനാണ്. 2 കാര്യം കൊണ്ട് സതീശൻ കൃത്യമായ പ്ലാൻസ് ഉണ്ട്. അയാൾ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. അയാളുടെ DNA ഒരു ഡിഫറൻറ്റ് DNA ആണ്. ഇവിടുത്തെ സാധാ രാഷ്ട്രീയക്കാരൻ്റെ DNA അല്ലേ അത്. പിന്നെ മാത്രമല്ല, അപ്പോൾ അയാൾക്ക് അതൊരു ഓൾട്ടർനേറ്റീവ് എന്തൊക്കെ അയാളുടെ മനസ്സിലുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഏറ്റവും വലിയ കേരളത്തിലെ രാഷ്ട്രീയം നിങ്ങൾ പ്രബുദ്ധ രാഷ്ട്രീയം അടിയാണ്. അടി ക്യാമ്പസിനാണ് അടി, നാട്ടിലാണ്. CPM അടി പേടിച്ചിട്ടാണ് ആളുകളധികം അനുഭവം കാണിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കോൺഗ്രസ്സുകാർ എപ്പോഴും വീട്ടിൽ ഒരു RSSനെ കൂടി വളർത്തുന്നത്. കണ്ണൂരൊക്കെ അങ്ങനെയാണ്. ഇപ്പം മത്സരം ലംഘിച്ചേട്ടൻ്റെ കുടുംബക്കാരൊക്കെ മൂപ്പരെ അച്ഛനൊക്കെ കോൺഗ്രസ് ആയിരുന്നു, മൂപ്പര് RSS ആയി. പക്ഷെ പാർട്ടി കേന്ദ്രങ്ങളിലടക്കം ആണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ, അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് പാർട്ടി കേന്ദ്രങ്ങളിലടക്കം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ TK ഗോവിന്ദൻ വിജയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പയ്യന്നൂരിൽ വിജയിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അഴിമതിയുടെ ഒരു വലിയ പ്രശ്നമായിരുന്നില്ലേ? അഴിമതി ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പാർട്ടിക്കാർക്ക് തിരുത്തണം എന്നുള്ള ഫീല് വന്നു. പണ്ടാണെങ്കിൽ അവർ പാർട്ടി സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും ഇടപെട്ടിട്ട് തിരുത്തുമായിരുന്നു. പകരം തിരുത്തി കഴിഞ്ഞാൽ നിങ്ങളെ പാർട്ടിയിൽ ഉണ്ടാവില്ല. ചിലപ്പം ഈ TP ചന്ദ്രശേഖരനെ 52 പീസായി കിടക്കും. ചിക്കൻ 65 എന്ന് പറഞ്ഞാൽ CPM 65 ആയി കിടക്കും.
അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആപാടുള്ള എന്താ ഈ പറയുന്ന ഇവന്മാരെ കണ്ണെത്താ സ്ഥലം പോളിംഗ് ബൂത്താണ്. അവിടെ തന്നെ ക്യാമറ വെക്കുന്ന സംവിധാനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കള്ളവോട്ട് ചെയ്യാൻ പോയാലും കൂടി തിരിച്ച് വോട്ട് ചെയ്തെന്നുള്ളതാണ് കല്യാശ്ശേരിയിലെയും തൃക്കരിപ്പൂരിലെയൊക്കെ പാറ്റേൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയും വലിയൊരു പരാജയം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷവും ഭാഷയ്ക്കൊരു മാറ്റവും വന്നിട്ടില്ല CPM നേതാക്കൾ, പ്രത്യേകിച്ച് മണി. സ്വരാജ് പറഞ്ഞത് ആണെങ്കിൽ അനർഹമായ പരാജയമെന്നാണ്. ജനത്തിൻ്റെ അല്ല, ഞാനും സ്വരാജൊക്കെ ഒരേപോലെ ചിന്തിക്കുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നും ജനങ്ങളത് അംഗീകരിച്ചില്ല, ഈ പരാജയം നമ്മൾ അർഹിക്കുന്നില്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, പക്ഷേ ജനം വിഡ്ഢിയാണെന്ന് കുറച്ചും കൂടെ പ്ലെയിനായ ഭാഷയിൽ മണി പറയുന്നു. അല്ല, ജനങ്ങൾ വിഡ്ഢിയാണല്ലോ, അതുകൊണ്ടല്ലേ ഫീസൊക്കെ കണ്ട് വോട്ട് ചെയ്യുന്നത്. ഇവിടെ സംഭവം എന്താണ്? ശമ്പളം മുടങ്ങുന്നുണ്ടോ, പെൻഷൻ കിട്ടുന്നുണ്ടോ, അതൊക്കെ ചെയ്യാനുള്ള ശേഷിയായിരിക്കും. ഇവർ വന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ് അടുത്ത ദിവസം തൊട്ട് അടിയങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ പത്രക്കാർക്ക് സുഖമാണ്, നിങ്ങൾക്ക് ദിവസം സ്കൂപ്പ് കൊടുക്കണം. മറ്റേ പിണറായി വിജയൻ ഒന്നും മിണ്ടില്ല, മോഡി ഒന്നും മിണ്ടില്ല, നിങ്ങളെ അടപ്പൂരിയിരിക്കല്ലേ? ഇതല്ലേ നിങ്ങൾ ദിവസം സ്കൂപ്പ് ഇട്ടിക്കൊണ്ടിരിക്കും. അല്ല, പക്ഷേ അത്തരത്തിൽ ഒരു സാമ്പത്തിക രംഗത്തെ തകർച്ചയും കൂടിയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പല മേഖലകളിലേക്കുള്ള സാമ്പത്തിക രംഗത്തിൽ കൂടി ഉള്ള തകർച്ചയും അതിലേക്കുള്ള പാർട്ടിയുടെ തന്നെ ഇടപെടലുകളും സ്വജനപക്ഷപാതവും അവിടേക്കാണ് പ്രശ്നം കിടക്കുന്നത്. ഈ പണ്ട് കമ്മ്യൂണിസ്റ്റ് വോട്ട് ചോദിക്കാൻ പോകുക, കോൺഗ്രസ്സുകാർക്ക് ആയി മതി, BJPക്കാർക്ക് ആയി മതി പോയി, ഞങ്ങളുടെ ഒരു നേതാവിനെതിരെ എങ്ങനെ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം മുട്ടിപ്പോയി. ഇപ്പം അത് പറയാനില്ല അവർക്ക്. ഇപ്പം ശ്യാമള ഒന്നൊരു മോശം കാൻഡിഡേറ്റ് ഒന്നല്ല, അവർ അർഹിക്കുന്നതാണ്. പക്ഷേ അവരെക്കാട്ടും അർഹരായ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് പ്രശ്നമായത്. അപ്പോൾ ശ്യാമള എന്തുകൊണ്ട്? ശ്യാമള ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ടെന്നുള്ള ഫീൽ വന്നു. അതുപോലെ തന്നെ ചില ഇടപെടലുകൾ, പ്രധാനമായിട്ട് കരിമണൽ അർത്ഥമായിട്ട് ഇടപെടൽ, അത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടപെടലാണ്. പക്ഷേ ആ വ്യക്തികൾ ഒരാൾ അധികാര കേന്ദ്രമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അധികാര കേന്ദ്രത്തിലേക്ക് വിരൽ ചൂണ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ അമിത്ഷാൻ്റെ മകൻ ജയ്ഷാ അത്രയും സമ്പത്തുണ്ടാക്കിയാൽ നിങ്ങൾ വിമർശിക്കരുത്. ജയ്ഷാ ഒരു മാവാടിയാണ്, അപ്പോൾ അയാൾ ചതുർ ബനിയാണ്, അയാൾ പൈസ ഉണ്ടാക്കും, സ്വാഭാവികം. എന്താ പറഞ്ഞാൽ മതി. ഇത് ഈ കൊടിയേരി പാർട്ടിയുമായിട്ട്, കൊടിയേരിയുടെ കുടുംബവും പാർട്ടിയുമായിട്ട് അതൊക്കെ ഉണ്ടാവും. കൊടിയേരി മുഖ്യമന്ത്രി ആവണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നല്ലോ. പക്ഷേ അപ്പോൾ അതിന് വലിയ കാര്യമൊന്നുമില്ല. ആ സമയത്ത് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയ കൊടിയേരിയുടെ കുടുംബമാണ്. ഇത്ര ചീത്തപ്പേര് പിണറായി വിജയൻ്റെ കുടുംബം ഉണ്ടാക്കിയിട്ടില്ല. അല്ല, ഇപ്പോൾ ഒരു TK ഗോവിന്ദൻ, എനിക്കറിയാം, എനിക്കത് മനസ്സിലായി. പക്ഷേ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ഒബ്ലീവിയലിട്ടാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ഈ പാർട്ടി ഏറ്റവും കൂടുതൽ വിമർശിച്ച കൊടിയേരിയുടെ ഫാമിലിയെ കാണിച്ചുകൊണ്ടാണ്, പിണറായി വിജയനെ കാണിച്ചിട്ടല്ല. അത്രയും ചീത്തപ്പേര് പിണറായി വിജയൻ്റെ മക്കളോ മരുമക്കളോ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം അവരങ്ങനെ നിലപാടെടുത്ത് ചോദിച്ചാൽ അവർ പുണ്യാളം. കൊടിയേരി നല്ല മനുഷ്യരായിരുന്നു, അതൊക്കെ സംശയമൊന്നുമില്ല. ഹി വാസ് എ ജം, അതൊക്കെ സംശയമൊന്നുമില്ല. അതൊരു മനുഷ്യരോടുള്ള സ്നേഹമുള്ള കരുണയുള്ള മനുഷ്യനായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഒന്ന് കിഴക്കിലോട്ട് പോയാൽ ബംഗാളിലിപ്പോൾ അവസ്ഥ വളരെ പരിതാപകരമാണ്. മമത അധികാരം ഒഴിയില്ല എന്നാണ് പറയുന്നത്. വീണ്ടും മുൻകാലങ്ങളിൽ എന്നോണം ബംഗാളിലെ തെരഞ്ഞെടുപ്പ് രംഗം കലുഷിതമായി, രക്തരൂക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചന്ദ്രനാഥിൻ്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി കൊലപാതക പരമ്പരകളിലേക്ക് തന്നെ വീണ്ടും നിങ്ങൾ എഴുതി വെച്ചു ഇന്ത്യയിൽ അടുത്ത സെപ്പറേറ്റിസം വരാമെന്നും ബംഗാളാണ്. അവർക്ക് പണ്ടേ ഹിന്ദുത്വയുടെ വിരോധമുണ്ട് അവിടെ. അത് സെപ്പറേറ്റിസം ബംഗാളി സെപ്പറേറ്റിസം ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബംഗ്ലാദേശ്. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും ഈ പറയുന്ന നേഷണൽ സാധനങ്ങളോട് വെറുപ്പാണ്. CPM-നെ പരീക്ഷിച്ചു, തൃണമൂലിനെ പരീക്ഷിച്ചു, കോൺഗ്രസിനോടും ഈ പറയുന്ന BJP-നോട് അവർക്കൊരു വെറുപ്പാണ്. അവർക്കെന്ന് വെച്ചാൽ അങ്ങനെ സൈക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലുള്ളതുപോലെ. ബംഗാളി ദേശീയത നമ്മൾ ബംഗ്ലാദേശുമായിട്ട് ബ്ലെൻഡ് ചെയ്യും, അതാണ് അവരുടെ ഉദ്ദേശം. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പണ്ട് വരെ അവിടെയുള്ള ഹിന്ദുക്കളെ മൊത്തം. പക്ഷേ നമ്മൾ നാഷണലിസത്തിൻ്റെയൊക്കെ ദേശീയ സമരത്തിൻ്റെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ആ ദേശീയ സമരത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് ദേശീയ സമരത്തിൻ്റെ അടുത്തത് ഏറ്റവും പങ്കുവഹിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. വേറെ ഒന്നാണ് പഞ്ചാബ്. അല്ല, തമിഴ്നാട്ടിൽ പിന്നീടുണ്ടാകുന്ന ഒരു വിഘടനവാദത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. അല്ലല്ല, 60-കൾക്ക് ശേഷം ശേഷമല്ല, അതിന് മുമ്പേ അവിടെ വിഘടനവാദത്തിൻ്റെ സംഭവമാണ്. പക്ഷേ തമിഴ് രാഷ്ട്രീയം ദ്രവിഡിയൻ പൊളിറ്റിക്സ് ഉയർത്തി കാണിച്ചുകൊണ്ട് നടത്തുന്ന അത്ര ഭീകരമാണ്. ഭാരതിയാറിൻ്റെ ഒക്കെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായ ദേശസ്നേഹത്തിൻ്റെ അതായത് ചരിത്രം തമിഴ്നാടിനുണ്ട്. പക്ഷേ അതിനുശേഷം 60-കളിലും 70-കളിലും തമിഴ്നാട് എത്തിപ്പെട്ട ഒരു റീജിയണൽ പൊളിറ്റിക്സിൻ്റെ പ്രാദേശികവാദത്തിൻ്റെ പീക്ക് ലെവലുണ്ട്. അതിനെ അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ബംഗാൾ പോയി. അതാണല്ലോ ബംഗ്ലാദേശ് ഉണ്ടായി. ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു പാകിസ്ഥാൻ്റെ ഭാഗത്ത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായതാണ്. പക്ഷെ ബംഗ്ലാദേശ് ഉണ്ടായത് അല്ല, അതിനും
ഒരുപാട് കാര്യം ഇപ്പം ഇത് മാത്രമല്ലല്ലോ, സാമ്പത്തികമായ ഒരുപാട് കുറച്ച് കാരണങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാനിലൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം പോലെ. ബംഗ്ലാദേശ് ഉണ്ടായത് സാമ്പത്തികമായ കാരണം കൊണ്ടാണെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടാണുള്ളത്. അല്ല അങ്ങനെയല്ല, ഈ പാകിസ്ഥാനിൽ തന്നെ രണ്ടായിട്ട്. അല്ല അതുണ്ടാവും. ബംഗാളിൽ അവരുടേതായ സെപ്പറേറ്റ് ഭാഷയുള്ള ആളുകളാണ്, അപ്പുറത്തും ഇപ്പുറത്ത് ഹിന്ദിക്കാരാണ്. ഈ ഹിന്ദിക്കാരുടെ അവർക്ക് ഒരു സ്നേഹമില്ല. ഹിന്ദിക്കാരെന്ന് വെച്ചാൽ അവിടെ ഏതാണ്ട് ഈ ഷൈലോക്കിനെ പോലെയുള്ള ജൂത മാവാടികളാണ്. ഈ ബിസിനസ് ഗ്രൂപ്പ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ വിജയമല്യ ഉൾപ്പെടെ. അവരെല്ലാം അവർ കണ്ട എക്സ്പ്ലോയിറ്റേഴ്സ് ആയിട്ട്. അവർക്ക് വലിയ ട്രഡീഷൻ ഉണ്ട്, അതിൽ നിന്ന് വാങ്ങാത്തവരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമർ ബംഗ്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ പിന്നെ ഈ പറയുന്ന ഇന്ത്യ മൊത്തം അവരാണ് ഭരിക്കേണ്ടിയിരുന്നത്. അത് സുഭാഷ് ചന്ദ്രബോസാണ് പ്രധാനമന്ത്രി ആവേണ്ടിയിരുന്നത്, അത് ഈ ഇന്ത്യക്കാരെല്ലാം കൂടി ചവിട്ടി പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട് അവിടെ. അല്ല, സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യത്തിലൊക്കെ ഒരു പൊതുവികാരം, അത് നമുക്കുള്ള വികാരം. അവരത് ബംഗാളിയായിട്ടാണ് കരുതുന്നത്. നിങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെ ബംഗാളിയായിട്ടാണ് കരുതുന്നത്. അവിടെയാണ് പ്രശ്നം. ബംഗാളിയായ സുഭാഷ് ചന്ദ്രബോസിനെ ചവിട്ടി തേച്ച് ഗുജറാത്തിയായ ഗാന്ധിജി കാശ്മീരിയായ നെഹ്റുവിനെ പിടിച്ച് അവിടെ ഇരുത്തി. ഇപ്പോഴും ഒരു ബംഗാളി, ഈ ആന്ധ്രപ്രസ്ഥാനങ്ങളിലൊക്കെ തുടക്കം ബംഗാളെന്നാണ്, പക്ഷേ ഒരു ബംഗാളി ഇതുവരെ ഇന്ത്യ പ്രധാനമന്ത്രി ആയിട്ടില്ല. അതാണ് അവരുടെ പ്രശ്നം. ഇങ്ങനെയുള്ള ഒരുപാട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടേ ബംഗാളികൾക്ക് അവർക്ക് ഇന്ത്യയെക്കാട്ടും കൂടുതൽ അഫിലിയേഷൻ ബംഗ്ലാദേശുമായിട്ട്. പണ്ട് ബലാത്സംഗം ചെയ്തതും ഒന്നൊന്നും അവരുടെ ഓർമ്മയിലില്ല. അല്ല, പക്ഷേ അത് ഇപ്പോൾ അരവിന്ദ് ഘോഷിന്റെ ആയാലും നമുക്ക് മഹാന്മാരായ പഞ്ചാബിൽ എണ്ണാറ്റ മഹാന്മാരുണ്ടായിരുന്നില്ല. പഞ്ചാബിലല്ലേ വിഭജനം ആദ്യം നടന്നത്. അതുപോലെ അന്നേ വിഭജനത്തിന്റെ വേരുകളുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഒരു വികാരം സ്ട്രോങ് ആണെന്ന് മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ രാജ്യം അവിടെ ഉണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം രാജ്യമൊന്നുമല്ല. അവിടെ ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട്, തമിഴന്മാരുണ്ട്. അവിടെ അവരുടെ മാത്രം ഭാഷ സംസാരിക്കുക വേറെ രാജ്യം പുറത്തുണ്ട്. അവിടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പം അത്ര വലിയ ഹിന്ദു വിരോധമല്ല. ജമാഅത്ത് ഇസ്ലാമിയാണല്ലോ തീരുമാനിക്കുന്നത്. അവന്മാരിപ്പം പുറത്തേക്ക് വലിയ ഹിന്ദു വിരോധം പറയുന്നില്ല. കാരണം ഈ പശ്ചിമ ബംഗാളും കൂടി അവന്മാർക്ക് കിട്ടണമല്ലോ. എന്നിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ അത്തരത്തില് എനിക്ക് അതിനോട് അല്ല, അതാണ് സംഭവം. അവന്മാർ പണ്ടത്തെ പോലെ ഹിന്ദുക്കളെ ഫോക്കസ് ചെയ്യുന്നില്ല ഇപ്പോൾ അവിടെ. എന്നിട്ട് ഒരു ലിബറൽ ഫേസ് ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടാണ് ഇവിടെയുള്ള ഹിന്ദുക്കളെ ആകർഷിക്കുക. എന്നിട്ട് ബംഗാളി മൂവ്മെന്റ് ഉണ്ടാക്കണം. അവിടെയുള്ള ഹിന്ദുക്കൾ ഇന്ത്യ രാജ്യത്തിന്റെ സപ്പോർട്ട് വലിയ കൺസൾട്ടേഷൻ ആണ്. ബിജെപിയോട് വേണ്ടിയിട്ട് വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഹിന്ദു. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. അതായത് ഒരു ആന്റി ഹിന്ദുത്വ വികാരം വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ടാണ് CPM-നെയും ദേശീയ പാർട്ടികളും CPM-നെയും തൃണമൂലിനെയൊക്കെ അവർ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് അവിടെ സ്ത്രീകളെ സ്വാധീനിക്കുന്ന സന്തോഷ് ഗരി, അതുപോലെ ഒരു പ്രശ്നം. പിന്നെ ആ ഡോക്ടറുടെ പിന്നെ ആ പെൺകുട്ടി ഡോക്ടറുടെ കൊലപാതകം നടക്കുന്നു. അതവിടെ സ്ത്രീകളുടെ സൈക്കിനെ വളരെയധികം സ്വാധീനിച്ചു. പിന്നെ ഇതാണ് ബേസിക് സംഭവം. അവിടെ സ്ത്രീകളുടെ ടേൺ ഔട്ടാണ്. അത് BJP നന്നായി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു എലീറ്റിൻ്റെ ഇടയിൽ ഒരു ഹിന്ദുത്വ വികാരം സ്ട്രോങ് ആയിരുന്നു. ഈ എലീറ്റിന് താഴെത്തട്ടിലുള്ളവന്മാർക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ പതുക്കെ BJP അങ്ങോട്ട് പെർക്കുലേറ്റ് ചെയ്തു. സ്റ്റിൽ അവിടെ ആൻറ്റി ഇന്ത്യ എലമെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. ദേ ആർ സപ്പോർട്ടിങ് തൃണമൂൽ. അത് മുമ്പത്തെ പോലെ അത്രയല്ല എന്ന് വേണമെങ്കിൽ ഇപ്പം പറയാം. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൃണമൂലിനെ അവർ പിന്തുണയ്ക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു ആന്റി ആണല്ലോ തൃണമൂലിനെ പിന്നെ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? പക്ഷെ ഇപ്പോഴും ഈ വോട്ട് കൊടുത്തതും വിജയിപ്പിച്ചതും BJP അല്ലേ? അതിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള വേവ് വന്നു ഈ രണ്ട് ഇങ്ങനെ ചില സംഭവങ്ങളുടെ പുറത്ത്. അപ്പോൾ പക്ഷെ കഴിഞ്ഞ തവണ 77 അതെങ്ങനെ എപ്പോഴും ഒരു പ്രതിപക്ഷം വേണ്ടേ? ഇപ്പോൾ ഗുജറാത്ത് വരെ കോൺഗ്രസ് ഇല്ലേ? 30% കോൺഗ്രസ് ഇല്ലേ? അതേപോലെ അവിടെ ആ സമയത്ത് കോൺഗ്രസ് എല്ലാം ഉണ്ടായിരുന്നു. ആ കോൺഗ്രസ് ഇല്ലാത്ത സമയത്ത് CPM ഇല്ലാത്ത സമയത്ത് അത് അവിടെ BJP വന്നു എന്നുള്ളതാണ്. ഈ പറയുന്നതിൻ്റെ അവിടെ ഒരു പോപ്പുലേഷൻ്റെ പകുതി അതിൽ കൂടുതൽ ബംഗാൾ സ്നേഹികളാണ്. ബംഗാളി ഭാഷ, അതിനോടുള്ള സ്നേഹം, അതിൻ്റെ പുറത്ത് പറ്റിയെങ്കിലും ഒരു സെപ്പറേറ്റിസം കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അത് നിങ്ങൾ അവരോട് സംസാരിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിലൊരു കൂട്ടർ എനിക്കറിയാം, എനിക്ക് അവിടെയുള്ള ആളുകളായിട്ട് ഈ രണ്ട് കൂട്ടരായിട്ട് അല്ല വന്നത്. അവിടെ ഇപ്പോഴല്ല പണ്ടേ അവിടെയുള്ള RSSകാരായിട്ട് വന്നുകൊണ്ട് ഇവന്മാരായിട്ടും എനിക്കറിയാം. ഇവന്മാർ സംസാരിക്കുമ്പോൾ ഇവന്മാർ ഭയങ്കര ലിബറൽ ബുദ്ധിജീവികളായിരിക്കും. RSS സ്വഭാവമുള്ള കുറേ ആളുകളുണ്ട്, ബ്രാഹ്മിൻസൊക്കെ. അവർക്കാണ് BJP സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്വാധീനം കൂടിയിട്ടുണ്ട്. അതിപ്പോഴത്തെ ഒരു ഇലക്ഷൻ്റെ ഒരു പ്രത്യേക സാഹചര്യം സംഭവിച്ചോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന പലതും അത് കെട്ടുപോയിട്ടൊന്നും ഉണ്ടാവില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറി വേണമെങ്കിലും ചിന്തിക്കാം എന്നാണ് പറയുന്നത്. ഇടതുപക്ഷമൊക്കെ വിട്. അവിടെ വെച്ചാൽ തൃണമൂൽ എന്ന് പറഞ്ഞ സാധനം പ്രാദേശിക സാധനമാണ്. പക്ഷേ ഈ ഇടതുപക്ഷം പ്രാദേശികമായിരുന്നില്ലല്ലോ 30 കൊല്ലത്തോളം അവിടെ ഭരിച്ചതല്ലേ?
ആണ് ഇടതുപക്ഷം പ്രാദേശികമാണല്ലോ, അവിടുത്തെ പ്രാദേശികമായിരുന്നു. പക്ഷേ ദേശീയ തലത്തിൽ ഒരു ബാക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഓറ ഉണ്ടായിരുന്നു. ബംഗാളിലെ ഭദ്രലോക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിഡിൽ ക്ലാസ് എലീറ്റിനെ സ്വാധീനിക്കാൻ പറ്റി. അതൊന്നും തൃണമൂലിനില്ല. തൃണമൂലം ഗുണ്ടാ സംഘമാണ്. പിന്നെ പ്രതിപക്ഷം എല്ലാ സ്ഥലത്തും ഉണ്ടാവും, അത് തൃണമൂലായിരിക്കും. പിന്നെ ഇത്തവണ വിജയം തന്നെ വേറെ കാര്യമുണ്ട്. തൃണമൂലിനെ സപ്പോർട്ട് ചെയ്ത മുസ്ലിം വോട്ടുണ്ട്. അമിത്ഷാ അതിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അല്ല, മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയിൽ പോലും BJP അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്നത് അലിഗഡിൽ എങ്ങനെ പിന്നെ BJP വയ്ക്കുന്നത്? മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, അവിടെ കുറച്ച് ഷിയാക്കളെ മുസ്ലിം ഇവർ വോട്ട് ചെയ്യുള്ളൂ. മുസ്ലിം 2 സ്ഥാനാർത്ഥിലെത്തി അമിത്ഷാ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കും. അമിത്ഷായുടെ ബുദ്ധിയാണ്. ചതുബനിയ. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ എന്തോ അവിടെ BJP എന്നതിന് ഈ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, ബംഗാളിൽ എന്ത് സാധനം വന്നു കഴിഞ്ഞാൽ 10-20 വർഷം അവിടെ നിൽക്കും. പക്ഷെ അത് പൂർണ്ണമായും ബംഗാളിന് കീഴടക്കാൻ പറ്റില്ല. ബംഗാളിൽ ദേശീയവാദികളായ ഒരു വിഭാഗം എന്നും ഉണ്ടായിരുന്നു. 30-40 കോൺഗ്രസ് കിട്ടിയ വോട്ട്. എന്നാൽ ബംഗാളി ഫീലിംഗ് ഉള്ള ഒരു 60% ഉണ്ടായിരുന്നു. അതിന് എണ്ണം ചിലപ്പോൾ 50-50 ആയിട്ടുണ്ടാവും. BJP അധികാരത്തിൽ ഒന്നും വിചാരിച്ചിട്ട് മറ്റേ സാധനം ഇല്ലാതാവുന്നില്ല. ഓക്കെ. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ നിഗമനത്തിൻ്റെ ഒക്കെ പോരായ്മയായിരിക്കാം. പക്ഷേ നോക്കുന്ന സമയത്ത് നമ്മുടെ പഴയകാല സുരേന്ദ്രനാഥ് ബാനർജി ഉൾപ്പെടെയുള്ള അതൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഞ്ചാബ് ലാഹോർ മറ്റവിടെ എങ്ങനെ ജനിച്ചത്? ഭഗത് സിംഗ്, ആര്യ സമ്മാനം സാധിച്ച അങ്ങനെ അവിടെ തന്നെ ജനിച്ചത്. അവർ അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ പാകിസ്ഥാനില്ല. അതിലൊന്നും കാര്യമില്ല. ഓക്കെ. അത്തരത്തിൽ ഒരു മാറ്റം ഇനി വീണ്ടും ബംഗാൾ വീണ്ടും തിരിച്ചു പോകുന്നതാണ് പറയുന്നത്. തിരിച്ചു പോകല്ല, ഇന്റൻസ് ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. BJP ഈ നിലപാടിൽ നിൽക്കും. ബംഗാളാണ് അടുത്ത ബാറ്ററിംഗ് ഗ്രൗണ്ട്. എന്ത് സംഭവിക്കും പഠിച്ചോ അത്രേ പറയാൻ പറ്റുള്ളൂ. ബീസ് നോട്ട് ലൈക്ക് ബീഹാർ. ബംഗാളി സ്പീക്കിംഗ് സ്റ്റേറ്റ് ഈസ് ദെയർ. They are supporting the separatists. That's the issue. And Jamaat Islami is holding the. അപ്പോൾ അല്ലെങ്കിൽ ആ വൈകാരികതയ്ക്ക് മുകളിലേക്ക് സഞ്ചരിക്കാൻ പറ്റണം. അതിന് അവിടെ വൈകാരികതയാണ് ഇമ്പോർട്ടൻ്റ്. ആളുകൾ വിദ്യാഭ്യാസം കുറവല്ലേ. ബംഗാൾ ആളുകൾ ജീവിതം നിങ്ങൾക്ക് അറിയാം. ചേമ്പിൻ്റെ നമ്മൾ ഈ ചൊറിയും ചേമ്പൊക്കെ കഴിച്ചാണ് മനുഷ്യന്മാർ. അത് കുറച്ച് നാളത്തേക്കുള്ള ഒരു പ്രശ്നമായിരുന്നു 70-കൾക്ക് ശേഷം. ഇപ്പോഴും ബംഗാളിൽ ആ പ്രദേശത്ത് ബ്രാഹ്മിൺസ് അല്ല അതല്ല. ഓക്കെ, ബ്രാഹ്മിൺസ് 70-കൾക്ക് 80-ക്ക് ബ്രാഹ്മിൺസ് ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. അവര് ശവം തേപ്പിക്കാൻ പറ്റായിട്ട് അപ്പൊ ഈ ഏകലവ്യന്റെ വിരലുണ്ടല്ലോ, ഈ വിരല് അത് മാത്രം വെട്ടിയെടുത്തിട്ട് അത് വിറകിൽ തേപ്പിച്ചിട്ട് ഗംഗയിലേക്ക് ഒഴിക്കുന്ന സ്ഥലമാണ് ഈ ബംഗാളും ബീഹാറും ഒക്കെ. അല്ല, ഇത് ബംഗാളിന് ഒരു സമ്പന്നമായ ചരിത്രം ഉണ്ടല്ലോ. അതെപ്പം സുൽത്താൻമാർ ഭരിച്ച സമയത്ത് മുർഷിദാബാദ് തലസ്ഥാനമായിരുന്നു. അതാണ് മറ്റോമാർ എടുത്തുകൊണ്ടുപോയത്. ഈ ശശി തരുന്ന 300 ട്രില്യൺ സാധനം ഉണ്ടല്ലോ, അത് ബംഗാളിന് അടിച്ചുകൊണ്ടതാണ് ബേസിക്കലി. അതാണ് അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ഇംപോവരിഷ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ഇന്ത്യൻ ബിസിനസ്സുകാർ അവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ഹെഡായിരുന്നു. കമ്മ്യൂണിസ്റ്റ് കൊൽക്കത്ത അപ്പോഴും സമ്പന്നമായ ഒരു ചരിത്രം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പോലും അത് നിങ്ങൾക്ക് ഇപ്പോൾ പട്ടിക വന്നാൽ 10 ദിവസമൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കും. പിന്നെയാണ് ഷുഗറൊക്കെ കൺവേർട്ട് ചെയ്യപ്പെടുള്ളൂ. അതുപോലെയാണത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് വന്നപ്പോൾ ഈ ടാറ്റ അല്ല, ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് കൂട്ടിക്കെട്ടി. ഒരു ദിവസം കൊണ്ടല്ലല്ലോ, ആ ബ്രിട്ടീഷുകാർ കുത്തുവാരി എടുത്തുകൊണ്ട സ്റ്റേറ്റാണ്. സോ ബംഗാൾ വാസ് നോട്ട് എ റിച്ച് സ്റ്റേറ്റ് വെൻ ദ ബ്രിട്ടീഷ് ലെഫ്റ്റ് ഇന്ത്യ. അത് സത്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷാമം 2 ലക്ഷം ആളുകൾ 48 കാലഘട്ടം. ബ്രിട്ടീഷ് വന്ന സമയത്തുണ്ട്. ഏറ്റവും അവസാനം 2ാം ലോക മഹായുദ്ധ സമയത്താണ്. അതാണ് ബംഗാൾ. അതൊന്നും മലയാളികൾ അനുഭവിച്ചിട്ടില്ല. അന്ന് ബ്രിട്ടീഷുകാർ വിട്ടുപോകുമ്പോൾ റിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ് ട്രാവൻകൂറാണ്. നിങ്ങൾ തിരുവനന്തപുരംകൂറുകാർക്ക് തന്നെ വരാമെന്ന് പറ്റും. പക്ഷെ അപ്പോഴും ഈ ബംഗാളിന് നമ്മളിപ്പം ശരിയാണ് സാർ ഈ പറഞ്ഞതുപോലെ ബംഗാൾ വളരെ ദരിദ്രമായ ഒരു അവസ്ഥയിലാണ് ബംഗാളിനെ വിട്ടിട്ട് പോകുന്നത്. പക്ഷെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാകുന്നത് 70-കളിലൊക്കെ ഉണ്ടാകുന്ന ഒരു മൈഗ്രേഷൻ, ഈ നുഴഞ്ഞുകയറ്റവും മൈഗ്രേഷനും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാരത് വന്നു. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായി ഒരു ദരിദ്രോത്കരണത്തിലേക്ക് പോകുന്നത്, അല്ലാതെ അവിടെ സമ്പത്ത് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അത് ബ്രിട്ടീഷുകാർ വിട്ടോ അവരുടെ ഒരു സെക്കൻഡ് ക്യാപിറ്റൽ എന്ന രീതിയിൽ കുറച്ചൊക്കെ കൽക്കത്തയിൽ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അതിന്റെ സാധ്യതകൾ, അതായത് നിങ്ങൾ ഈ പറഞ്ഞ ബംഗാളിന് അറിയില്ല, പതേ പാഞ്ചാലി സിനിമ കണ്ടിട്ടുണ്ട്. അന്ന് കണ്ടു. ബ്രാഹ്മണ കുടുംബത്തിന്റെ കഥയാണ്. എങ്ങനെയുണ്ട്? കൈസേ ഞാൻ ആ ബംഗാളിലെ ദരിദ്രത്തെ മാറ്റിവെക്കാൻ വേണ്ടി എന്റെ അണ്ണ വിചാരിക്കുന്ന പോലെയല്ല, അതിഭീകരമായ ദാരിദ്ര്യമാണ് അവിടെ. ബ്രാഹ്മണസിന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെയുള്ള ബ്രാഹ്മണസിന് അതേ അവസ്ഥ വന്നിട്ടില്ല. ഇവിടുത്തെ ബ്രാഹ്മണസിന്റെ അവസ്ഥ കഷ്ടമാണെന്ന് അറിയാലോ, എങ്കിൽ ആ അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ അവിടെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂട്ടിക്കെട്ടലിന്റെയും ഒതുക്കി മാറ്റലിന്റെയും ഒക്കെയുള്ള രാഷ്ട്രീയം കൊണ്ടുണ്ടാകുന്ന, അതായത് ആസൂത്രണമില്ലായ്മയുടെ രാഷ്ട്രീയം കൊണ്ടുണ്ടായ
പ്രശ്നങ്ങൾ കൂടി ചേർന്നിട്ടല്ലേ ഇപ്പോഴത്തെ ബംഗാളിന്റെ ഈ ഒരു അവസ്ഥ. പക്ഷെ അതിനും ആസൂത്രണം തന്നെ ഒരുപാട് പ്രശ്നം. ബ്രിട്ടീഷ് നടത്തിയ കൊള്ള, അവിടുത്തെ വലിയ പോപ്പുലേഷൻ ഡെൻസിറ്റി, പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്നിട്ടുള്ള ദരിദ്രവൽക്കരണം, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ദിവസം കൊണ്ടത് തിരിച്ചിടാനും പറ്റില്ല. അല്ല, ഒരു ദിവസം കൊണ്ടല്ല, നമുക്ക് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ആസൂത്രണം ഉണ്ടെങ്കിൽ, മെച്ചപ്പെട്ട രീതിയിൽ പ്ലാൻ ചെയ്താൽ പതുക്കെ മാറ്റിയെടുക്കാം. ഏകദേശം ഒരു 5 ആദ്യത്തെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യനെ മാറ്റിയെടുക്കുന്ന 25 വർഷം ഇങ്ങനെ വേണം, ചെറുതായിട്ടൊന്ന് ഇളക്കണമെങ്കിൽ. ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റേറ്റ്. ഐ ബംഗാൾ ഓൾസോ. സോ ബി ദ കേസ് ഓഫ് ബംഗാൾ. അതായത് തീർച്ചയായും ഇവിടെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇനിയെങ്കിലും ഉണ്ടാകും. ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് കേരള മോഡൽ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് ഇൻവെസ്റ്റ്മെന്റ്, ഗ്രാമീണ മേഖലയുടെ ഉന്നമനം, ജനകീയ ആസൂത്രണം പോലെ പരിപാടി, ഇതൊക്കെ വേണം. എങ്ങനെ നടക്കുള്ളൂ. ഒരു സെമി കേരള മോഡൽ അല്ല, നമ്മൾ പൂർണ്ണമായും കേരള മോഡലാക്കി ഉണ്ടാവില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. പ്ലസ് ദിസ് വേണം. അപ്പോൾ ഇത്തരത്തിൽ മമതയുടെ ഇനിയുള്ള ഒരു ഭാവി പരിപാടി എന്തായിരിക്കും? മമത അകത്തു അല്ല, ഈ ഒരു അവർക്ക് ഒരുപാട് അഴിമതി കാര്യങ്ങളിലും ഐപാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിറ്റ് ഫണ്ടിന്റെ പഴയ ശാരദ ചിറ്റ് ഫണ്ട് കേസ്, അത് ഒരുപാട് ആളുകൾ ബിജെപിയിൽ പോയിട്ടുണ്ട്. അതുവരെ ബന്ധപ്പെട്ട് അവരെല്ലാം പിന്നെ കേസ്. ഇനി വിദ്യാഭ്യാസമായിട്ട് സ്കൂൾ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലും അതൊക്കെ ഉണ്ടാവും. ബിജെപിക്കാർ ഇൻവോൾവ് അല്ലാത്ത കേസിലൊക്കെ അവർ അകത്ത് പോകാൻ സാധ്യതയുണ്ട്. ബിജെപി അങ്ങനെയാണല്ലോ, ഒരു അഴിമതി അടുത്ത് ബിജെപി പോയാൽ നിങ്ങളത് രക്ഷപ്പെടുത്തി. ആരോപണങ്ങളല്ല, ബംഗാൾ ഇഷ്ടംപോലെ ആളുകൾ പോയിട്ടുണ്ട്. അവരെല്ലാം പിന്നെ കേസും ഉണ്ടായിട്ടില്ല. ബിജെപി അതല്ല, കോൺഗ്രസ് എല്ലാവരും ചെയ്യും. നിങ്ങളെ കൂടെ നമ്മളെ കൂടെ വന്നാൽ നിങ്ങൾ വിശുദ്ധനാണ്. അതാണ് ഏറ്റവും വൃത്തിയുടെ പൊളിറ്റിക്സ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ബംഗാളിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പിൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി അവിടുത്തെ എന്തെങ്കിലും ഈ പറയുന്നത് ഇൻഷാ അല്ലാഹ് BJP നമുക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാർക്കെതിരെ പ്രതികരണങ്ങളുണ്ടാകും, മതപരമായുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ ആൾക്കാരെ ഇളക്കി വിടുവാൻ പോലും മമത ഒരു ശ്രമം നടത്തിയിരുന്നു. അതൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു രീതിയിൽ, അതായത് അവിടുത്തെ ആൾക്കാരെ പരമാവധി ഇളക്കി വിട്ടുകൊണ്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്റ്റേജിന് മുന്നിൽ ശ്രമിച്ച ഒരാൾ. Bengal is the next battleground. And now you are going to have 3 war theaters in India. First one is with Pakistan, second one is with China, and another one is with Bangladesh. ബംഗ്ലാദേശുമായിട്ടുള്ള യുദ്ധം ഇപ്പോഴും കുറച്ച് ടൈം എടുക്കും. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇവർ വന്ന് ചൊറഞ്ഞ് തുടങ്ങും. അങ്ങനെ ഒരു സാധ്യത ബംഗ്ലാദേശിനുണ്ടോ? കാരണം പിന്നെ നിങ്ങളിവിടെ ബരാക് റിവർ ട്രീറ്റി, ഗംഗാ റിവർ ട്രീറ്റി ഒന്ന് ഇപ്പം റിലീസ് ചെയ്താൽ തന്നെയും ബംഗ്ലാദേശ് പാകിസ്ഥാനേക്കാൾ വലിയ ശോകാവസ്ഥയിലാവും വെള്ളം കിട്ടാതെ. ബിഗ് സൂപ്പർ പവർ ടു സപ്പോർട്ട് ദം, ദാറ്റ് ഈസ് അമേരിക്ക. അടുത്ത് കൂഫിയാണെന്ന് എൻ്റെ പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട്, പോയി കാണും. നിങ്ങൾ ഒരാളില്ലേ, അങ്ങനെയുടെയൊക്കെ കഥയാണ്. താബാണ് നായിക, പോയി കാണും. അപ്പോൾ മനസ്സിലാവും. അങ്ങനെയൊക്കെ IBL ഉണ്ടായ സമയത്തുള്ള കഥയാണത്, ഓയിലുണ്ടായിരുന്ന സമയത്തുള്ള കഥ. അതിന് എത്രത്തോളം വലിയൊരു സപ്പോർട്ട് US കൊടുത്താലും ഇന്ത്യ ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഇപ്പം 3 വാർ തിയേറ്റർ എന്നാണ് സൈന്യം പറയുന്നത്. അന്ന് ബംഗ്ലാദേശായിട്ടാണ്. പിന്നെ അമേരിക്ക സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല, നമ്മൾ നന്നായിട്ട് അവർക്ക് ശ്വാസം മുട്ടിക്കാൻ പറ്റും. മോഡി വെറുതാണ് ഈ പറഞ്ഞ ട്രിപ്പീസ് കളിക്കുന്നത്. അമേരിക്കയോട് കളിക്കാൻ മാത്രമല്ല ഇപ്പം നമ്മളായിട്ടില്ല. തമിഴ്നാട്ടിൽ ഇനി അവിടെ നിന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കും? തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ ഇവരുടെ ജയലളിതയുടെ മരണത്തിന് ശേഷം ഇങ്ങനെ മാറ്റമുണ്ടെന്ന് ആദ്യം പറഞ്ഞതാണ് ഞാനാണ്. അത് കൈരളിയിലാണ് പറഞ്ഞത്. അത് ഞാൻ കണ്ടിന്യൂസ് ആയി പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കറിയാമായിരുന്നു തമിഴ്നാട്ടിലെ മൈ ഫ്രണ്ട്സ് ബ്രാഹ്മിൺസ് ഉണ്ട്, വന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരെല്ലാം തന്നെ ഒരു നിയോ ദ്രവീഡിയ മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിയോ ദ്രവീഡിയ മൂവ്മെൻറ്റ് ദേശീയ സ്വഭാവമുള്ള, എന്നാൽ ഇപ്പോഴത്തെ ദ്രവീഡിയ മൂവ്മെൻറ്റിലുള്ള സെപ്പറേറ്റിസം ഇല്ലാത്ത, സ്വജനപക്ഷപാതം ഇല്ലാത്ത മൂവ്മെൻറ്റ്. അത് ആരതിൻ്റെ ലീഡർഷിപ്പിൽ വരുമെന്ന് ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. വിജയ് അല്ല ഞാൻ പ്രതീക്ഷിച്ചത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിജീവി ചെറുക്കാൻ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനത്തെ വന്ന അവന്മാർ തല്ലി കൊന്നുകളയും. അപ്പോൾ ആ സമയത്ത് ആ സ്പേസിലേക്കാണ് വിജയ് കടന്നു വരുന്നത്. വിജയുടെ പ്രോബ്ലം ഞാൻ കാണുന്നത് വെച്ചാൽ, വിജയ് ഈ രാഷ്ട്രീയത്തിൽ തൊട്ട് വരുന്നുണ്ട്. എനിക്കറിയില്ല വിജയ് ഈ ക്രിസ്ത്യാനിയാണെന്നുള്ളത്. ജോസഫ് വിജയ് എന്നോ വൈ ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ. അതായത് സോണിയാഗാന്ധി കോൺഗ്രസിലെ ഹെൽം ഓഫ് അഫെയർ കൈകാര്യം ചെയ്ത സമയത്താണ് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടന്നിട്ടുള്ളത്. അവർ പിടിച്ചിട്ട് പിന്നെ YS രാജശേഖര റെഡ്ഡിനെ അവിടുത്തെ ആന്ധ്രയിലെ മുഖ്യമന്ത്രിയാക്കി. രാജശേഖര റെഡ്ഡി പേര് കേട്ടാൽ ആരാണ്? ഹിന്ദുവാണ്. പക്ഷേ അയാൾ ക്രിസ്ത്യാനിയുടെ ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യാനി. ബൈബിൾ അയാൾ അത്യപോലെ ചെയ്യും, ബൈബിളും പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് അവിടെ വന്നിട്ടുള്ളത്. അതേപോലെ ഈ തമിഴ്നാട്ടിലുള്ള AIDMK ജയലളിതയ്ക്ക് കുറച്ച് ഹിന്ദു സ്നേഹമുള്ളതുകൊണ്ട് അതിനെ വലിയ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല. DMK-കാരൊക്കെ നന്നായിട്ട് ഇവന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അവർക്ക് ഏതായാലും വോട്ട് കിട്ടിയാൽ മതി.
അപ്പോൾ അവർക്ക് ഇനി അങ്ങനെ പോരാ, സ്റ്റാലിൻ എന്നുള്ള പേരിൽ ഹിന്ദു ഭരിച്ചാൽ പോരാ, ഇവാഞ്ചലിസ്റ്റുകൾക്ക് നമ്മുടെ ആൾ തന്നെ മുഖ്യമന്ത്രിയാവണം. അങ്ങനെ ഇവാഞ്ചലിസ്റ്റുകളുടെ ഒരു സ്വാധീനം വിജയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ സമയമാണ് വിജയ് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പം ഇവാഞ്ചലിസ്റ്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക. സിനിമ തന്നെ അത്രയും വലിയ ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ തമിഴ്നാട്ടിൽ അവിടെ ഇപ്പോൾ 6% പുതിയ, ഇപ്പം നമ്മൾ കേൾക്കുന്നത് പുതിയ സെൻസസ്, കഴിഞ്ഞ 10 വർഷം സെൻസസ് നടന്നില്ലല്ലോ. അപ്പോൾ അതാണ് 16% ആയിട്ടുണ്ടാകും. കന്യാകുമാരി ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കളെക്കാളും കൂടുതൽ പോടെ ക്രിസ്ത്യാനികളാണ്. 16% കൊണ്ട് മാത്രം വിജയിക്കാൻ 16 പിന്നെ അത് അവരുടെ ഒരു മുഖ്യമന്ത്രി ഇല്ലായിട്ട്. അപ്പോൾ അവരുടെ സ്വന്തം മുഖ്യമന്ത്രി വന്നാൽ ഒരു 20 വർഷം കൊണ്ട് അത് വേണം 50 ആക്കിക്കൂടെ. പിന്നെ അവിടെ അതിശക്തമായ അത്രയും കാലം വിജയ്ക്ക് അവിടെ തുടരാൻ കഴിയും എന്നാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ വിജയ് പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ദയാനിധി മാരൻ. ദയാനിധി മാരൻ പറയുന്നത് ഞാൻ ബൈബിള് വായിക്കുന്ന ആളാണുള്ളത്. അടുത്ത ഒരു NDA സഖ്യം അവിടെ അധികാരം ബുദ്ധിമുട്ടാണ്. അതിശക്തമായിട്ട് ആൻറ്റി ഹിന്ദു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതാണ് അവരുടെ സംഭവം. ആൻറ്റി ഹിന്ദു സാധനം ഉണ്ടാക്കി അവിടെ അവർ കയറുകയാണ്. എന്നാലും അത് സെക്കുലറായി വിടുകയല്ല. അവിടെ സെക്കുലറായി വിട്ടാൽ പ്രശ്നമല്ല, അവിടെ ഈ സാധനം കയറി വരികയാണ്. അവിടെയാണ് നമ്മളെ പ്രശ്നം. നിങ്ങളെ ആൻറ്റി ഹിന്ദുത്വമൊക്കെ പറഞ്ഞോ, ആർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെ കയറുന്ന ഇസ്ലാമിസ്റ്റുകളും ഇവാഞ്ചലിസ്റ്റുകളാണ്. അതെങ്ങനെ ശരിയാവും? അതിനെക്കാട്ട് ഭേദം ഹിന്ദുക്കളല്ലേ. അല്ല, അത് ഹിന്ദു അപ്രോച്ച് പിന്നീട് അത് നരേന്ദ്ര മോഡി അല്ലെങ്കിൽ ഹിന്ദു എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഭ്രാന്തെടുക്കുന്ന മനസ്ഥിതി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല, അത് വലിയൊരു മാറ്റം ഇപ്പോൾ മാറ്റം വലിയ രീതിയിലുള്ള മാറ്റമൊന്നുമില്ല. വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് സപ്പോർട്ടിൽ വിജയ് ഇങ്ങനെ വരില്ല. അത് നിങ്ങൾ സിനിമ മറ്റേ ഭാഷ എന്നൊക്കെ പറയും. അങ്ങനെ ആണെങ്കിൽ പോലും മനുഷ്യൻ്റെ അസ്തിത്വമാണ് പ്രശ്നമെങ്കിൽ, മതപരമായ അസ്തിത്വമാണ് പ്രശ്നം, അത് വരില്ല. മതപരമായ അസ്തിത്വത്തിൽ അത്രമേൽ ഒരു വൈകാരികമായ ഒരു മാറ്റം വിജയ് ഇപ്പോഴും ഈ നിങ്ങൾ അവിടെ കാര്യം ഇന്ന് ഒരാളെ പരിചയപ്പെട്ടു. അയാൾ മധുരയിൽ ബാങ്ക് മാനേജറായിരുന്നു. ഹീസ് ഫ്രം കേരള. അവിടെയുള്ള കുറേ പെൺപിള്ളേരുണ്ട്. ആ ബാങ്കിൽ ആദ്യം മതം എഴുതി കൊടുക്കുന്നത്. ഇവർ പൊങ്കലിന് പോകും, അമ്പലത്തിൽ പോകും, തൊട്ടുവിടും, അത് സംഭവമൊക്കെ ചെയ്യും. ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് മൊത്തം പറയും ക്രിസ്ത്യനാണ്. അല്ല, പക്ഷേ ശരിയാണ്, അവിടെ ഇപ്പോൾ ഒരു കുറച്ചധികം ക്രിസ്ത്യൻസ് ഉണ്ടാകുന്ന വയ്ക്കുക. പക്ഷേ വിജയ്ക്ക് കിട്ടിയ ക്രിസ്ത്യനല്ലേ ഇവാഞ്ചലിസ്റ്റ്. ഓക്കെ, ഇവാഞ്ചലിസ്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഇവാഞ്ചലിസ്റ്റുകളോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഇനി ക്രിസ്ത്യാനികളെന്ന് വെച്ചോളൂ, അവര് ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷേ വിജയ്ക്ക് കിട്ടിയ സപ്പോർട്ട് പൂർണ്ണമായും ഒരു മതപരമായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വിജയ് അതിനെ മറികടക്കാൻ ഈ വിജയ് സൂപ്പർ സ്റ്റാറാണ്. ആദ്യം അവന് വിജയ് സൂപ്പർ, എനിക്ക് വിജയ് ഇഷ്ടമാണ് കേട്ടോ. അവിടെയുള്ള ഈ മാറ്റത്തെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഇവാഞ്ചലിസ്റ്റ് അജണ്ടയാണ് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. വിജയ് എന്നുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഇതിലെല്ലാം മറികടക്കുന്ന ആളാണ്. പക്ഷേ അയാൾ ഉള്ളിൽ കത്തി നിൽക്കുന്ന സാധനം എന്താണ്? അയാൾ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് തന്നെയായിരുന്നു, ചന്ദ്രശേഖരൻ. ഒരു കമ്മ്യൂണിസത്തിൻ്റെ സാധനം അയാൾ ഉള്ളിലുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് അയാൾ മതപരമായ ഐഡൻറ്റിറ്റിക്കാണ് അയാൾ അമ്മ മറ്റാണ് ക്രിസ്ത്യാനി. ആ മതപരമായ ഐഡൻറ്റിറ്റിക്കാണ് അയാൾ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിജയിയുടെ ഈ സ്റ്റാർഡം ഇത് വെച്ചുകൊണ്ട് ഹിന്ദുക്കളെല്ലാവരും വോട്ട് ചെയ്യും. പക്ഷേ അവിടെ നിന്നുകൊണ്ട് നാളെ ജോസഫ് വിജയ് ആകുമ്പോൾ ജോസഫ് എന്നുള്ളതിന് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുകയാണ്. ഒന്നാമൻ ജോസഫാണ്, രണ്ടാമത് വിജയ് വരുന്നുള്ളൂ. അത് സൈക്കോളജിക്കലാക്കിയിട്ടുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.